നനഞ്ഞ കണ്ണുകൾ, മനസ്സു നിറയെ നീറുന്ന ഓർമ്മകൾ. നാടകം പോലെ രജനി മേലൂരിന്റെ ജീവിതവും വഴിത്തിരിവുകൾ നിറഞ്ഞതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 3000-ലേറെ നാടകങ്ങളിൽ വേഷമിട്ടു. അരങ്ങിൽ രജനിയെ താങ്ങി നിർത്തിയത് മുറിച്ചു കളഞ്ഞ വലതുകാലിന് പകരം വെച്ച കൃത്രിമക്കാൽ. കരിയറിന്റെ ഉന്നതിയിൽ 32-ാം വയസ്സിലാണ് അപകടത്തിൽ കാൽ നഷ്ടമാകുന്നത്. പക്ഷേ തളരാതെ കൃത്രിമക്കാലിൽ നാടകരംഗത്ത് രജനി വീണ്ടും സജീവമായി. പയ്യന്നൂരിൽ നിന്ന് പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിലാണ് നാടകം കളിക്കേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് കെ സി ട്രാവൽസ് എന്ന് പറഞ്ഞ ബസ്സിൽ യാത്ര ചെയ്ത കുഞ്ഞിപ്പള്ളിക്കടുത്ത് വെച്ച് എനിക്ക് ഞാൻ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ലോറിയാണ്. ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ സമയത്ത് പിന്നെ നാടകം കളിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ പറഞ്ഞ് നല്ല കാല് വെച്ചാൽ നാടകത്തിൽ ഇനിയും അഭിനയിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഒരു പ്രചോദനം കിട്ടിയത്. പാലക്കാട് RV ക്ലിനിക്ക് എന്ന് പറയുന്നൊരു ആശുപത്രിയിൽ പോയി. അത് ഒരു നൂതന സാങ്കേതികവിദ്യയുള്ള ഹോസ്പിറ്റലാണ്. അങ്ങനെ അവിടെ പോയി ഓർത്തോൻ്റെയും പ്ലാസ്റ്റിക് സർജറിയും കൂടെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആക്കി. പിന്നെ ഞാൻ കാല് വെച്ചു, അഭിനയം തുടങ്ങി. കരിങ്കുരങ്ങ്, കടത്തനാട്ടമ്മ, പാവം മനുഷ്യൻ തുടങ്ങി നിരവധി നാടകങ്ങൾ അമ്മയായും മുത്തശ്ശിയായും തമ്പുരാട്ടിയായുമെല്ലാം രജനി വേദിയിൽ നിറഞ്ഞാടി. നാടകം പോലെ അവസാനിക്കാത്ത ട്വിസ്റ്റ് രജനിയുടെ ജീവിതത്തെ തേടി വീണ്ടും എത്തി. 2 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു, കിടപ്പിലായി. ഞാൻ വിചാരിച്ചു ഇനിയും നാടകം കളിക്കാൻ പറ്റുമോ എനിക്കൊന്ന്. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. എനിക്ക് എഴുതാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയി. പറ്റും എനിക്ക് തോന്നുന്നു ഇപ്പോഴും. പറ്റണം, ഇല്ലെങ്കിൽ എനിക്ക് അതെ ജീവിതം മുഴുവൻ നാടകമാണ്. അപ്പം എനിക്കിവിടുന്ന് പുറത്തു കടക്കണം എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പറക്കണം. 2020 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി വീണ്ടും ഒരു നാടകവേദിയാണ് രജനിയുടെ മനസ്സു നിറയെ. നാടകാന്ത്യം പോലെ തിരിച്ചടികളോട് പോരാടി തിരികെ വരാനുള്ള ശ്രമത്തിൽ കരുത്തു പകർന്നത് നാടകമെന്ന കലാരൂപവും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.